നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് സൂര്യയുടെ ഏറ്റവും പുതിയ തിയേറ്റർ വാച്ച് ആയിട്ടുള്ള കറുപ്പിനെ കുറിച്ചാണ്. കറുപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ വൺ ലൈനിൽ പറയുകയാണെങ്കിൽ എനിക്കിതൊരു അത്യാവശ്യം നല്ല തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു മൂവി ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. പലതരത്തിലുള്ള റിവ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ റിവ്യൂവിൽ ഞാൻ ഇതിനെ പറ്റി പറയാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കിതൊരു ആവറേജിനേക്കാൾ കുറച്ചുകൂടെ ഓവർ ആയിട്ടുള്ള ഒരു പടം തന്നെയാണ്. ബട്ട് സൂപ്പർ ഡ്യൂപ്പർ അങ്ങനെ പറയാനുള്ള ലെവലിലേക്ക് എനിക്ക് ഈ ഫിലിമിനെ തോന്നിയിട്ടില്ല. ഈ സിനിമയിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് സബിയ ബെനഗാറിന്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ്. കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഫ്യൂച്ചറിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആള് തന്നെയാണ് സായി. അപ്പൊ സായിയുടെ ഒരു വർക്ക് ഈ സിനിമയ്ക്ക് കൊടുത്ത ഹൈപ്പ് എന്ന് പറയുന്നത് ചില്ലറയൊന്നുമല്ല. പിന്നെ വെൻ ഇറ്റ് കംസ് ടു ആക്ടിങ്, നമുക്കിത് ഫസ്റ്റ് ഒക്കെ കാണുന്ന സമയത്ത് ഇതൊരു മലയാള സിനിമയാണോ എന്ന് തോന്നിപ്പോ. കാരണം ഒരുപാട് റിലേറ്റബിൾ ആയിട്ടുള്ള ആളുകൾ ഇതിനകത്തുണ്ട്, നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രജിത്ത് ചേട്ടനാണ്. അനഘയുണ്ട് കൂടെ തന്നെ. അപ്പൊ ഇവർ രണ്ടുപേരുമാണ് ഈ ഓപ്പണിംഗ് ഷോട്ട്സിലൊക്കെ വരുന്നത്. അവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ ഈ ഒരു പടത്തിലുണ്ട്. പ്രത്യേകിച്ച് ഇന്ദ്രജിത്ത് ചേട്ടന്റെ ശരിക്കും ഭയങ്കര ഇമോഷണൽ ആയിട്ട് കണക്ട് ആയിട്ടുണ്ട് ആ ഭാഗങ്ങളൊക്കെ. സോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ പടത്തിന് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങൾ വരാൻ വേണ്ടി പോയ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സൂര്യയുടെ റോള് തന്നെയാണ്. എന്താണ് ഏതാണെന്നൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം പല റിവ്യൂസും നമ്മൾ കേൾക്കുന്ന സമയത്ത് ഫുൾ സിനിമയുടെ കഥ തന്നെ അങ്ങോട്ട് പറയുന്നുണ്ട്. ബട്ട് ഒരിക്കലും അങ്ങനെയല്ല. ഒരു സിനിമ നിങ്ങൾ പോയി കാണണം. അപ്പൊ ഇതിലെ ക്യാരക്ടർ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ സൂര്യയുടെ ലുക്ക് ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര രസമുണ്ട് സൂര്യനെ ഇതിൽ സ്ക്രീനിൽ കാണാൻ. നല്ലൊരു സ്ക്രീൻ പ്രസൻസ് നമുക്കിതിൽ സൂര്യയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ ഡയറക്ടർ തന്നെയായിട്ടുള്ള RJ ബാലാജിയാണ്. RJ ബാലാജി എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ ഒരു മിനിമം നമുക്കൊരു വിശ്വസിക്കാൻ പറ്റുന്ന ആളാണെന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. പെർഫോമൻസ് വൈസ് വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു ഐഡിയോളജി കറക്റ്റ് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് 100% റിയൽ ആയിട്ടുള്ള കാര്യം. ഒരു കാര്യം എന്ന് പറയുന്നത് 100% ഇതിന്റെ ഡയറക്ടറുടെ ഒരു ഭാഗത്തുള്ള അല്ലെങ്കിൽ ഇതിന് 100% നമുക്ക് എന്താ പറയുക യുക്തിക്ക് നിരക്കാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യം നമ്മുടെ റിയൽ ലൈഫിൽ ഏറ്റവും എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യവുമായിട്ട് റിലേറ്റ് ചെയ്തെടുത്ത ഒരു രീതി, ദാറ്റ്സ് സംതിങ് ഡിഫറെന്റ്. അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയാണ്. അതാണ് എനിക്ക് ഇതിൽ ഏറ്റവും വർക്ക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ട് എക്സ്ട്രീംസിനെ ബ്ലെൻഡ് ചെയ്ത രീതിയിൽ എന്നുള്ളത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഇതിൽ അവർ പറയുന്ന ഒരൊറ്റ കാര്യമുണ്ട്, ദ സ്ട്രഗിൾസ് ഓഫ് എ കോമൺ മാൻ. അത് ശരിക്കും എവിഡന്റ് ആണ്. ഇതിൽ ഇന്ത്യൻ ജുഡീഷ്യറിയെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഇതിലെ കുറെ കാര്യങ്ങൾ, ഈ ഒരു സിസ്റ്റത്തിനെ. അപ്പോൾ പലപ്പോഴും ആ സിസ്റ്റത്തിന് നേരെ കണ്ണു തുറക്കുന്ന സിനിമകളിൽ പോലെ തന്നെയാണിത്. പിന്നെ സൂര്യയുടെ കുറേ മൂവീസിന്റെ റെഫറൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ നല്ല രസകരമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ഓവറോൾ എനിക്കിതൊരു തരക്കേടില്ലാത്ത കുറച്ചുകൂടെ അടിപൊളിയായിട്ടുള്ള ഒരു പടം തന്നെയായിട്ടാണ് തോന്നി. പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ടോപ്പ് നോച്ച് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പടമല്ല. പല ആളുകൾക്കും ചിലപ്പോൾ ഇതിനെ കഥയൊക്കെ കാണുമ്പോൾ വിജയ് ഓർമ്മയെ വന്നിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കും വന്നിട്ടുണ്ട്. സോ പിന്നെ തൃഷ, അവരൊക്കെ അവരുടെ പാട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ സിനിമയെക്കുറിച്ച് തോന്നിയെന്നുള്ള കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.